നമസ്കാരം. റിസർവ് ബാങ്കിൻ്റെ ജൂണിലെ പണനയം പ്രഖ്യാപിച്ചു. സാധാരണക്കാർക്ക് ആശ്വാസമേകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. അതേപോലെ തന്നെ വിപണിയെ സർപ്രൈസ് ചെയ്ത പ്രഖ്യാപനങ്ങളുമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു പുതിയ പ്രഖ്യാപനങ്ങളുടെയൊക്കെ പ്രതിഫലനം അല്ലെങ്കിൽ പ്രത്യാഘാതം ഏതൊക്കെ സെക്ടറുകൾ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ഏതൊക്കെ ഓഹരികൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും പങ്കുവെക്കുന്നത്. അപ്പം നമുക്ക് റിസർവ് ബാങ്കിൻ്റെ ഇന്നത്തെ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഇന്നത്തെ ഒരു പ്രധാന പ്രഖ്യാപനങ്ങളിൽ 5 നമുക്ക് നോക്കിയാൽ, ഒന്ന് ഒരു പൊതുവിൽ പ്രതീക്ഷയിലും ഉയർന്ന തോതിലുള്ള ഒരു റിപ്പോ നിരക്കിൽ വരുത്തിയ കുറവ് തന്നെയാണ് പൊതുവിൽ വിപണി പ്രതീക്ഷിച്ചിരുന്നത്. അല്ലെങ്കിൽ പൊതുവെ എക്കണോമിസ്റ്റുകളുടെ അനലിസ്റ്റുകളുടെയൊക്കെ ഒരു ഒപ്പീനിയൻ പോലും പ്രവചിച്ചിരുന്നത് 25 BPS 4% റിപ്പോ നിരക്കിൽ കുറവ് വരുത്തുമെന്നായിരുന്നു. പക്ഷേ റിസർവ് ബാങ്ക് അപ്രതീക്ഷിതമായി 6%, അതായത് 50 BPSൻ്റെ കുറവാണ് വരുത്തിയിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ വായ്പയുടെ പലിശ നിരക്കുകളെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇതിൻ്റെ ഒരു പ്രതിഫലനം വിപണിയിലും ഇന്ന് കാണാനായി. അതേപോലെ തന്നെ മറ്റൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു പോളിസി സ്റ്റാൻസിൽ വരുത്തിയ മാറ്റമാണ്. അതായത് അക്കോമഡേറ്റീവിൽ നിന്ന് ന്യൂട്രൽ എന്ന സ്റ്റാൻസിലേക്ക് അത് മാറ്റി. അക്കോമഡേറ്റീവിൽ നിന്ന് പറയുമ്പോൾ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആവശ്യമെങ്കിലുള്ള ഒരു മണി സപ്ലൈഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആക്കി നിർത്താനുള്ള തീരുമാനം എടുക്കാൻ ഉള്ള ഒരു നിലപാടിനെയാണ് അക്കോമഡേറ്റീവ് സ്റ്റാൻസ് എന്ന് പറഞ്ഞത്. ന്യൂട്രൽ എന്നായപ്പോഴും പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇനി ഫർദറായിട്ടില്ല. അത് സിറ്റുവേഷൻ അനുസരിച്ച് പ്രൊആക്റ്റീവായിട്ട് ചെയ്യുമെന്നുള്ളൊരു സ്റ്റാൻസിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇത്രയധികം കഴിഞ്ഞ 3 മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിങ്ങുകളിലും 25, 50 BPS 100 ബേസിസ് പോയിൻ്റ്, അത് 1% കുറവ് വരുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരമൊരു സ്റ്റാൻസ് എടുത്തതിനെ നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് എടുക്കുക. അതൊക്കെയാണ് ബാങ്കിങ് ഹോരകളിൽ ഉണ്ടായ ഒരു നേട്ടത്തിൻ്റെ ഒരു പ്രധാന കാരണങ്ങളൊന്നും. അപ്പം പ്രതീക്ഷയിലും ഉയർന്ന തോതിലുള്ള റിപ്പോ നിരക്കിൽ വരുത്തിയ കുറവാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമതായിട്ട് പറയുന്നത് ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റും താഴ്ത്തി എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായി. അത് ഇപ്പോഴത്തെ രീതിയിൽ മൺസൂണിൻ്റെ രീതിയിൽ ഒരു എബോ നോർമൽ ഒരു മൺസൂൺ ലഭിക്കുന്ന പ്രതീക്ഷയോടെയാണ് ഈ ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റിനെ ഈ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂലൈയിലെ മഴ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡാറ്റാസ് നമ്മൾ ഇനി ഒരു ഫോളോ അപ്പ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. എങ്കിലും മാത്രമാണ് ഇൻഫ്ലേഷൻ്റെ ഒരു ഫോർകാസ്റ്റ് അല്ലെങ്കിൽ RBIയുടെ ഒരു പ്രതീക്ഷയിൽ അത് ഒത്തുപോകുമോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ എന്തായാലും നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഉപഭോക്തൃ സൂചി അടിസ്ഥാനമാക്കിയുള്ള ഇൻഫ്ലേഷൻ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് സിമ്പിളായി പറഞ്ഞാൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ്റെ ഒരു പ്രൊജക്റ്റഡ് നേരത്തെ 4% ആയിരുന്നു, 3.7%ലേക്ക് താഴ്ത്തിയിട്ടുണ്ട്. ഇൻഫ്ലേഷൻ താഴ്ന്നു നിൽക്കുന്നത് പലിശ നിരക്കുകളെ താഴ്ന്നു നിൽക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമായതിനാൽ തന്നെ ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റിന് ലോവേഡ് താഴ്ത്തിയത് വിപണി പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിനിപ്പോൾ ക്യൂണിലേക്ക് ഒരു ക്വാർട്ടർ വൈസ് ആയിട്ടുള്ള ഓരോ ക്വാർട്ടറിലേക്കുമുള്ള ഇൻഫ്ലേഷൻ്റെ ഫോർകാസ്റ്റ് RBI ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ Q1, അതായത് ഇപ്പോഴത്തെ ഈ ഒരു സാമ്പത്തിക പാദത്തിൽ നോക്കുകയാണെങ്കിൽ 3.6 പറഞ്ഞാൽ 3.9 ആകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ Q2ലുള്ള ഒരു ഇൻഫ്ലേഷൻ 3.9 എന്ന് നേരത്തെ പറയുന്നത് 3.4ലേക്ക് മാറ്റിയിട്ടുണ്ട്. Q3 നോക്കും ഇൻഫ്ലേഷൻ ഒരു സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 3.8 3.9 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ Q4 അവസാന പാദത്തിലും ജനുവരി ടു മാർച്ചിലുള്ള പാദത്തിൽ 4.2 നിന്ന് 4.4ലേക്കും ആക്കിയിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ 4% ആയിരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഒരു ഇയർ ബേസിസ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ്, ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് എങ്കിൽ 3.7 ആക്കിയിട്ടുള്ളത് മാർക്കറ്റ് ഇത് പോസിറ്റീവ് എടുത്തു. ഇതേ സമയത്ത് തന്നെ ഗ്രോത്ത്, അതായത് GDP ഗ്രോത്തിൻ്റെ ഒരു ഔട്ട്ലുക്കും മെയിൻറ്റെയിൻ ചെയ്ത്, അതെ നേരത്തെ പറഞ്ഞിരുന്ന ഫോർകാസ്റ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്നത്തെ ഒരു പ്രഖ്യാപനങ്ങൾ ശ്രദ്ധേയമായ ഘടകമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 26 നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള റിയൽ GDP ഗ്രോത്ത് 6.5%-ൽ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിലെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം വളരുമെന്നാണ് റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് നേരത്തെയും പറഞ്ഞിരുന്ന അതേ ഫോർകാസ്റ്റ് തന്നെ ഒരു ഔട്ട്ലുക്ക് തന്നെയാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ കുറയുമ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോഴും ഉണ്ടായിട്ടും ആ ഗ്രോത്ത്, അതേ പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ റിസ്ക്കുകൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് നിൽക്കുമ്പോൾ ആ ഗ്രോത്ത് ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പം അതൊരു വളരെ പോസിറ്റീവാണ്. അപ്പം RBIയുടെ ഭാഗത്ത് വരുമ്പോഴും ക്യാപെക്സിനേക്കാളേറെ കൺസെപ്ഷനെ ബൂസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഗ്ലോബൽ ഫാക്ടേഴ്സാണ് നമുക്ക് ഇതിന് റിസ്ക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള, അതായത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് വരുന്ന നഷ്ടത്തെ ആഭ്യന്തരമായിട്ട് വരുന്ന ഒരു കൺസ്യൂമർ ഡിമാൻഡിൻ്റെ ഒരു വർധനവ് കൊണ്ട് മേക്കപ്പ് ചെയ്യാന്നുള്ള തന്ത്രപരമായ നീക്കമാണ്. അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. അപ്പം ഫിനാൻഷ്യൽ 26ലെ റിയൽ GDP ഗ്രോത്ത് 6.5-ൽ ഈ ഒരു പ്രത്യേകിച്ചും ഗ്ലോബൽ സിനാറിയോ ഇങ്ങനെ അൺസർട്ടനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ റിയൽ GDP ഗ്രോത്ത് നേരത്തെ പോലെ മെയിൻറ്റെയിൻ ചെയ്തതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. വിപണി അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലും റിയാക്ട് ചെയ്തത്. ഇപ്പോൾ Q1ലേക്കുള്ള ഒരു GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് 6.5%, Q2 6.7, Q3 6.6, Q4 6.3 അങ്ങനെ ഓവറോൾ 6.5% റിയൽ GDP ഗ്രോത്ത് നടപ്പ് സാമ്പത്തിക വർഷം ഉണ്ടാകുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും
ജിയോ പൊളിറ്റിക്കൽ റിസ്കുകളിടയിലും ഇന്ത്യൻ എക്കണോമി എത്രയോ ഒരു റെസിലിയൻ്റ് ആണെന്ന് ആ ഒരു ഇതിൻ്റെ കാര്യക്ഷമതയെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. നമ്മുടെ ഒരു മൈക്രോ എക്കണോമിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസിലെ ഘടകങ്ങളുടെ ഒരു ശക്തിയെ തന്നെ സൂചിപ്പിക്കുന്ന ഘടകമാണ്. നാലാമതായിട്ടുള്ളൊരു CRR കട്ട്, ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകളുടെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ എക്കണോമിയിലേക്കുള്ള മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാനുള്ള RBIയുടെ ടൂൾ തന്നെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ CRRൽ വളരെ അപ്രതീക്ഷിതമായി ഒരു 100 BPSൻ്റെ അല്ലെങ്കിൽ 1% ഒരു കുറവ് വരുത്തി. അത് ഒറ്റയടിക്കല്ല, 4 ഘട്ടങ്ങളിലായിട്ടാണെങ്കിൽ പോലും നവംബറോടെ ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് ബാങ്കുകൾ സൂക്ഷിക്കേണ്ട ക്യാഷ് റിസർവ് റേഷ്യോ 4% 3% ആയിട്ട് ചുരുങ്ങുമെന്നുള്ളത് വളരെ സർപ്രൈസിങ് ആയിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ അത് ഈ നിരക്കുകളിൽ വരുത്തുന്ന കുറവ് എൻ്റെ ഗുണഫലം ഉപഭോക്താക്കളിലേക്ക് വളരെ വേഗം എത്തിക്കണമെന്ന് RBIയുടെ ഈ നീക്കത്തിൽ നിന്ന് വ്യക്തമാണ്. അത് നേരത്തെ സൂചിപ്പിച്ച കൺസെപ്ഷൻ വർദ്ധിപ്പിക്കാൻ, ഉപഭോഗം വർദ്ധിപ്പിച്ചായിട്ട് എക്കണോമിയെ റിവൈവ് ചെയ്യുക അല്ലെങ്കിൽ എക്കണോമിയുടെ ആ ഒരു ഇതിനെ വളരെ സക്രിയമാക്കുക എന്നുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമാണ്. അതായത് കൂടുതൽ വായ്പകളൊക്കെ നൽകുക, ആ എക്കണോമിക് ആക്ടിവിറ്റീനെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതൊരു വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് തന്നെയാണ്. ഇത് ബാങ്കുകളെ സംബന്ധിച്ച്, ബാങ്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴും പോസിറ്റീവാണ്. കാരണം ക്രെഡിറ്റ് കോസ്റ്റ് ഇവരെ സംബന്ധിച്ച് കുറയുന്നുണ്ട് ഇതിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ലക്ഷം, അതായത് ഈ 4% 3%ലേക്ക് CRR കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോഴുണ്ടായിരുന്ന കരുതൽ ധനശേഖരത്തിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2.5 ലക്ഷം കോടിയാണ്. അപ്പോൾ ഇത് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റിയുടെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവരൊരു കോസ്റ്റ് ഓഫ് ഫണ്ടിങ് ബാങ്കുകൾക്ക് കുറയുന്നതും അവർക്ക് ലെൻഡിങ് റേറ്റ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് റേറ്റിലേക്ക് ഒരു വളരെ കോമ്പറ്റീഷൻ നിൽക്കുന്നുണ്ട് ഇതായിട്ടും വേണമെങ്കിൽ കുറച്ചിട്ടായാലും അവർ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതിന് വേണ്ടി ഒരു നീക്കമായിട്ട് തന്നെ വ്യാഖ്യാനിക്കുന്നത് വളരെ പോസിറ്റീവാണ്. പിന്നെ അൺസെക്യൂർഡ് ലോൺസിലും നേരത്തെ ഉണ്ടായൊരു സ്ട്രെസ് അല്ലെങ്കിൽ അൺസെക്യൂർഡ് ലോൺസിലുണ്ടാകുന്ന ഒരു ഡിഫോൾട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം കുറയുന്നതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡ് പോർട്ട്ഫോളിയോസിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഒരു സമ്മർദ്ദം കുറയുന്നത്, ആ ഒരു സ്ട്രെസ് കുറയുന്നതിന് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. പക്ഷേ മൈക്രോ ഫിനാൻസ് സെഗ്മെൻറ്റിൽ ഇപ്പോഴും ആ ഒരു വിഷയം, ആ ഒരു പ്രതിസന്ധി നിൽപ്പുണ്ടെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഈ 5 ഘടകങ്ങളാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം ഇതായത് വളരെയധികം പോസിറ്റീവായി. ഒന്ന്, പ്രതീക്ഷയിലധികമുള്ള റിപ്പോ റേറ്റിൻ്റെ ഒരു കുറവ് വരുത്തിയത്, ഇൻഫ്ലേഷൻ്റെ ഇയർലി നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇൻഫ്ലേഷൻ്റെ ഒരു ഫോർകാസ്റ്റിൽ കുറവ് വരുത്തിയത്, ഗ്രോത്ത്, റിയൽ GDP ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്തത്, CRRൽ 1% അല്ലെങ്കിൽ 100 BPSൻ്റെ ഒരു കുറവ് വരുത്തിയത്, അതുപോലെ തന്നെ അൺസെക്യൂർഡ് ലോണിലും സ്ട്രെസ്സ് കുറയുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട്. ഈ 5 ഘടകങ്ങളാണ് ഇന്നത്തെ ഒരു RBIയുടെ ഞങ്ങൾക്ക് പ്രധാനമായിട്ടും നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ RBIയുടെ ഇന്നത്തെ ഒരു മോണിറ്ററി പോളിസിനെ ഒരു വളരെ ടൈംലി ആയിട്ട് ഒരു വെൽക്കം മൂവായിട്ട് തന്നെയാണ് വിപണിയും കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഏതൊക്കെ സെക്ടേഴ്സിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലെ ഓഹരികളെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഒന്നാമത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസിനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുള്ളത് തന്നെ ബോറോയിങ് കോസ്റ്റും കുറയുന്നു. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റിൽ അല്ലെങ്കിൽ ലോണിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും, അപ്പോൾ അവർ ബിസിനസ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിലെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകളും ഉണ്ട്, അതിൽ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനീസുമാണ്. അപ്പം ഇവരുടെ ഈ ലോൺ ഗ്രോത്ത് വളരുന്നതിലൂടെ ഉണ്ടാകുന്ന ബിസിനസ്സിൻ്റെയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ബാങ്കുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിയർ ടൈമിലേക്കൊരു ഇതുണ്ട്, ഒരു മാർജിൻ പ്രശ്നമുണ്ട്. അവരെ ഇപ്പോഴത്തെ രീതിയിൽ 50 BPS ഒക്കെ ഒറ്റയടിക്ക് കുറയുമ്പം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, അതായത് ലെൻഡിങ് റേറ്റിൽ പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ വരും. ഡെപ്പോസിറ്റ് റേറ്റിൽ അതിന് ആനുപാതികം അതിനനുസരിച്ച് അതേ വേഗത്തിൽ കുറവ് വരത്തില്ല. കാര്യം കോമ്പറ്റീഷൻ ഉണ്ട്, ലിക്വിഡിറ്റി മീൻസ് ഇവർക്ക് ഫണ്ട് കിട്ടണം. ഇപ്പോൾ CRR കുറച്ചിട്ടുള്ളതുകൊണ്ട് ഇവർക്കൊരു ആശ്വാസമുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു മാർജിൻ പ്രഷറും ഒരു ഇതുള്ളത് ട്രഷറി ഗെയിൻ വഴി. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇത് ബാങ്കുകൾ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഡെറ്റ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസൊക്കെ ഇവർക്ക് വാങ്ങി വെക്കേണ്ടതുണ്ട്. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉയർന്ന നിരക്കിൽ ഈൽഡിൽ ലഭിച്ചിട്ടുള്ള ബോണ്ടുകൾക്ക് ഈ സമയത്ത് അട്രാക്റ്റീവ് ആകും. അപ്പോൾ അതൊക്കെ വേണം അതിൻ്റെ അകത്ത് റെഡി ടു സെയിലായിട്ട് നിൽക്കുന്നതും ട്രേഡിംഗ് പർപ്പസിൽ മേടിച്ചതൊക്കെ സെല്ല് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരു ട്രഷറി ഗെയിൻ അതിൻ്റെ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ലിക്വിഡിറ്റിയിൽ ഇപ്പോൾ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെയും ലോവർ ക്രെഡിറ്റ് കോസ്റ്റ് ആയിട്ടുള്ള ലോൺ ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഗുണം ബാങ്കുകൾക്ക് കിട്ടാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം പറയുകയാണെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു നേട്ടം. അപ്പോൾ ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഫിനാൻസ് കമ്പനികൾക്കും സ്വർണ്ണപ്പണയ വായ്പകളിലുള്ള ഓഹരികൾക്കും ഇത് നേട്ടമുണ്ടായിട്ടുണ്ട്. പറയുകയാണെങ്കിൽ അവർക്ക് ലോൺ ടു വാല്യൂ, അത് ഒരു ഗോൾഡിൻ്റെ വിലയ്ക്ക് എത്ര വരെ കൊടുക്കാം എന്നുള്ളത്
എത്ര, അതായത് നിലവിലെ ഗോൾഡിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ എത്ര വരെ ലോൺ നൽകാമെന്നുള്ളതിൻ്റെ ഒരു അനുപാതം നേരത്തെ 75% ആയിരുന്നു, ഇപ്പോൾ 85% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് 2 ലക്ഷത്തിൽ താഴെയുള്ള വായ്പകൾക്ക് അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു NBFC നോൺ ബാങ്ക് ഫിനാൻസ് കമ്പനികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ലെൻഡിങ് ഫ്ലെക്സിബിലിറ്റി അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിലും അപ്പോൾ അതായത് ഈ ബാങ്കുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്രെഡിറ്റ് കോസ്റ്റ് ലോവർ ലെവൽസ് ആക്കുന്ന മാർജിൻ പ്രഷർ നേരിടുന്നതുകൊണ്ട് തന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ബാങ്കുകളുടെ ഒരു പെർഫോമൻസ് ട്രഷറി ഗെയിൻസിലും അവരൊരു ഓപ്പറേഷണൽ എഫിഷ്യൻസിയിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാങ്കുകളുടെ ഒരു പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. എന്തായാലും നിലവിലത്തെ രീതിയിൽ ബാങ്കുകൾക്ക് ഫിനാൻഷ്യൽ സെക്ടറുകൾക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ബോറോയിങ് കോസ്റ്റ് അവർക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോൺ ഡിമാൻഡിലും ഒരു വർദ്ധിക്കുന്നതിൻ്റെ ഒരു ബിസിനസ് നേട്ടമാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് റിയൽ എസ്റ്റേറ്റ് ആണ്. ഇപ്പം നമുക്ക് നിഫ്റ്റിയിൽ പ്രകടനം നോക്കിയാൽ സെക്ടർ ഇൻഡിസസ് നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ ഒരു ജമ്പ് ഉണ്ടായിരിക്കുന്നത് നിഫ്റ്റി റിയൽ എസ്റ്റേറ്റിലാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ റിയൽ എസ്റ്റേറ്റിന് ഏറ്റവും അനുകൂലമായിട്ടൊരു തീരുമാനമാണ് വന്നേക്കുന്നത്. രണ്ട് രീതിയിലും ഗുണമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോം, അതായത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഹൗസിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സുകളുണ്ട്. അതിൻ്റെ അതൊരു മേജർ കൊമേഴ്ഷ്യലുണ്ട്. അതിൽ തന്നെ ഒരു മേജർ ചങ്ങയുള്ള ഹൗസിംഗിൽ നോക്കുമ്പം ഈ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ EMI ഹോം ലോൺസിൻ്റെ നിലവിലത്തെ രീതി നോക്കുമ്പോൾ ഭൂരിഭാഗവും ഫ്ലോട്ടിംഗ് റേറ്റിലുള്ളതാണ്. എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലോട്ടിംഗ് റേറ്റിലുള്ള ഹോം ലോൺസ് ആണ് ഇപ്പോൾ നൽകുന്ന. എക്സ്റ്റേണൽ ബെഞ്ച് മാർക്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഇവിടുത്തെയുള്ള ഒരു ഫ്ലോട്ടിംഗ് റേറ്റുള്ള ഹോം ലോൺസ് ഒക്കെ തന്നെ. അപ്പം ഈ റിപ്പോ റേറ്റിൽ കുറവ് വരുത്തുന്നത് കൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റിലും കുറവ് വരുന്നത് കൊണ്ട് EMIയിലും ഉണ്ടാകുന്ന കുറവ്. അപ്പം ഹൗസിംഗ് ലോൺസൊക്കെ ഒരു അഫോർഡബിൾ ആകുന്നു. അപ്പോൾ അത് രണ്ട് ഇതിൽ കൊണ്ടുണ്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർക്കൊരു ഗുണകരമാണ്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ തുടങ്ങുമ്പോൾ വീട് വാങ്ങാൻ അല്ലെങ്കിൽ ഇത്തരം പ്രോജക്റ്റുകളിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യം ഇരുന്നവർക്കൊരു ആവേശം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരു ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഘടകമാണ്. അപ്പോൾ ഇതിൻ്റെ അത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സാണ് ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ പ്രോജക്റ്റ്, അപ്പം അഫോർഡബിൾ ലോൺസ് ആകുമ്പോഴത്തേക്കും ഇനിയൊരു പുതിയ പ്രോജക്റ്റിൽ അനൗൺസ് ചെയ്യുന്നൊരു ഒരു ധൈര്യം അവർക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറിനെ സംബന്ധിച്ച് പുതിയ പ്രോജക്റ്റിൽ അനൗൺസ് ചെയ്യുന്നവർ അവർ ബിസിനസ് വോളിയം അല്ലെങ്കിൽ ബിസിനസ് അടുത്ത ലെവലിലേക്ക് പോകുന്നൊരു ഘടകം തന്നെ വളർച്ചയുടെ പാതയിലാണ് നമുക്ക് കാണാം. അപ്പോൾ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൗസിംഗ് മോർ അഫോർഡബിൾ ആവും. അതുകൊണ്ട് തന്നെ ഒരു ഡിമാൻഡ് ബൂസ്റ്റ് ഉണ്ടാകും. ഇത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിനാണ് ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ളത് നോക്കുമ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോ ലോൺസ്. ഇപ്പോൾ മിക്കവരും വാഹനങ്ങൾ വാങ്ങുന്നത് ലോൺ എടുത്ത് തന്നെയാണ്. അപ്പം അതിൻ്റെ അകത്ത് പുതിയ ലോണുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു EMIയിൽ അല്ലെങ്കിൽ മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഇതിന് ഡിമാൻഡ് കൂട്ടുന്നൊരു ഘടകമാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സും ഡീലേഴ്സും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഹയർ സെയിൽസ് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം 10 ലക്ഷത്തിൽ താഴെയുള്ള വാഹന വായ്പകളിൽ കൂടുതലും ഒരു ഫിക്സഡ് റേറ്റിൽ തന്നെ ഉള്ളതാണ്. അപ്പം പുതിയ ലോൺ എടുക്കുന്നവരെ സംബന്ധിച്ച് ഇതിൽ കുറവുള്ളത് കൊണ്ട് തന്നെ വാഹനം എടുക്കാൻ കാത്തിരുന്നവർക്ക് സംബന്ധിച്ചുള്ളവർക്ക് ഒരു ഡിമാൻഡ് ഉണ്ടാക്കുന്നൊരു ഘടകമാണ്. ഇപ്പം തീർച്ചയായിട്ടും കൂടുതൽ വാഹന വിൽപ്പന തുടങ്ങുമ്പോൾ അതിന് വാഹന നിർമ്മാതാക്കൾക്കും ഡീലേഴ്സായിട്ടുള്ളവർക്കും തന്നെയായിരിക്കും കൂടുതൽ സെയിൽസ് നടക്കുന്നതിലൂടെ മെച്ചം കിട്ടുക. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ പ്രോജക്റ്റുകൾക്ക് കൂടെ ഒരു ഫണ്ടിങ്ങിന് മീൻസ് ലിക്വിഡിറ്റി ഇവിടെ ഒരു വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഫണ്ടിങ് ഇച്ചിലൂടെ നടക്കാനുള്ള അവർക്ക് നടക്കും. വലിയ ശതകോടിക്കണക്കിന് രൂപയുടെ ഒരു ഫണ്ടിങ്ങിനൊക്കെ ഈ ലിക്വിഡിറ്റി സംബന്ധിച്ച് ഇപ്പോൾ ഒരു ബാങ്ക് സിസ്റ്റത്തിലോട്ട് ഇത് വരുന്നത് കൊണ്ട് തന്നെ ലിക്വിഡിറ്റി എൻഹാൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ലാർജ് സ്കെയിലുള്ള പ്രോജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യാനുള്ള ഒരു സാധ്യത വർദ്ധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് തന്നെയാണ്, കൺസ്ട്രക്ഷൻ കമ്പനികൾ തന്നെയാണ്. അപ്പം അവരുടെ പ്രോജക്റ്റ് ആക്ടിവിറ്റി വളരും എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് വോളിയം ഇതൊക്കെ വളരുന്ന ഘടകം തന്നെ, സെയിൽസൊക്കെ കൂട്ടുന്ന ഘടകം തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചും അവരുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് ഇമ്പ്രൂവ് ആകുന്നു എന്നുള്ളതും പോസിറ്റീവായിട്ട് എടുക്കാം ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടർ നോക്കുമ്പോഴും. പിന്നീട് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫിനാൻസിങ് ഓപ്ഷൻസൊക്കെ വളരെ ഈസി ആകുന്നുണ്ട് തന്നെ, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നുണ്ട് തന്നെ ഫിനാൻസിങ് ഓപ്ഷൻസൊക്കെ ഇൻക്രീസ് ആകുന്നുണ്ട് തന്നെ പുതിയ ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ടും. അതായത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലൊക്കെ വരുന്നൊരു കുറവ് മറികടക്കാനായിട്ട് ക്രെഡിറ്റ് അല്ലെങ്കിൽ ലോണിൻ്റെ ഇത് വർദ്ധിപ്പിക്കാൻ ബാങ്കുകളൊക്കെ ശ്രമിക്കുക അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ഫിനാൻസിങ് ഓപ്ഷൻസ് ഈസിയറായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ഹൈ ടിക്കറ്റ് അല്ലെങ്കിൽ സെയിൽസ് വളരെയധികം കൂട്ടുന്നൊരു ഘടകമാണ് കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറിലും. അപ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുമ്പം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള മാനുഫാക്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് ഇപ്പോൾ ഈ വരുന്ന ഒരു മാറ്റത്തിൻ്റെ.
പിന്നീട് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ മറ്റ് ഗുഡ്സ് അല്ലെ സർവീസുകൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ്, ഫിസിക്കൽ അസറ്റ്സ് ഓർ റിസോഴ്സിനെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി, അതായത് അതായത് കൺസ്യൂമർ ഡ്യൂറബിൾസിൻ്റെ പല മേഖലയിലും ഒരു എക്കണോമിക് ആക്ടിവിറ്റി കൂടുതൽ ഡിമാൻഡ് കൂടും. സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള മെഷീനറിയും എക്യുപ്മെൻറ്റിൻ്റെയും ആവശ്യകതയും വർദ്ധിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കൂടുതൽ ഉയർന്ന അളവിൽ അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിൽ വരുന്നതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പം ക്യാപിറ്റൽ ഗുഡ്സ് മാനുഫാക്ചേഴ്സിനാണ് ഇതിൽ നിന്നൊരു അവരൊരു ഓർഡറുകൾ വരുന്ന വർധന ഒരു പോസിറ്റീവായിട്ട് എടുക്കാം. അതൊക്കെ അത്തരം സെക്ടറുകൾ ഓഹരികളിലും പ്രതിഫലിക്കാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇതൊരു നേരിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതുകൊണ്ട് നേരിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അല്ല IT വരുന്നത്. പക്ഷേ ഇൻഡസ്ട്രി പല IT പ്രോജക്റ്റുകളും ഈ പെൻഡിങ് വെച്ചിരുന്നതൊക്കെ വേണമെങ്കിൽ ഇനി ഫിനാൻസിങ് വഴിയോ അല്ലെങ്കിൽ ലോൺ എടുത്ത് ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ ഒരു IT സ്പെൻഡിങ് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം IT കമ്പനികളൊക്കെ കുറച്ച് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്പേസിലൊക്കെ ഉള്ള ഒരു IT കമ്പനികളൊക്കെ കൂടുതലും ലോക്കലായിട്ടുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും IT കമ്പനികളെ സംബന്ധിച്ച് ശ്രദ്ധിക്കാവുന്ന ഘടകങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് IT കമ്പനികളെ സംബന്ധിച്ചൊരു ഡയറക്റ്റായിട്ടുള്ളൊരു ഇതല്ല, പക്ഷേ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് വരുന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം ഫിനാൻസിങ് അല്ലെ ക്രെഡിറ്റിൻ്റെയൊക്കെ കോസ്റ്റ് കുറയുന്നത് അവരെ സംബന്ധിച്ച് IT സ്പെൻഡിങ് കൂട്ടാനുള്ളൊരു ഘടകമാണ്. പിന്നീട് നോക്കണം മെറ്റൽ ആൻഡ് മൈനിങ് സെക്ടറിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയൊക്കെ വർദ്ധിക്കുന്നത് മെറ്റൽസിനെയും ഇൻഡസ്ട്രീനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അപ്പം അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് ബാക്കിയുള്ള എക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സിൽ പറഞ്ഞ പോലെ തന്നെ മെറ്റൽസ് മൈനിങ്സിലും റോ മെറ്റീരിയൽ ഉണ്ടാക്കാനുള്ള പല ഘടകങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികൾക്കും വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയൊക്കെ വർദ്ധിക്കുന്നുണ്ട് തന്നെ മൈനിങ് ആൻഡ് മെറ്റൽ സെക്ടറിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിന് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് മെറ്റൽ പ്രൊഡ്യൂസേഴ്സാണ്, മൈനിങ് കമ്പനീസൊക്കെ തന്നെയാണ്. ഒരു ഇൻക്രീസ്ഡ് അവർക്ക് സെയിൽസ് വർദ്ധിക്കാനുള്ളൊരു സാധ്യതകൾ കാണുന്നു. അപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുമ്പോൾ മെറ്റൽ പ്രൊഡ്യൂസേഴ്സും മൈനിങ് കമ്പനീസും ആവും. പിന്നെയുള്ള FMCG ആണ്. അപ്പം ഈ കൺസ്യൂമറിൻ്റെ സ്പെൻഡിങ് പവർ, അതായത് ഈ വായ്പകൾക്ക് കൂടുതൽ പലിശ നൽകേണ്ടിരുന്ന് കുറയുന്നതിലൂടെ അധികമായി കയ്യിൽ വരുന്ന പണം അല്ലെങ്കിൽ പലിശ ഭാരം കുറയുന്നതിലൂടെ നേട്ടം സാധാരണക്കാർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമേഴ്സ് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കാം. അപ്പം അങ്ങനെ ആ ഒരു സ്പെൻഡിങ് പവർ വർദ്ധിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതിലൂടെ തന്നെ FMCG അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സുകൾക്കും ഒരു സെയിൽസ്, അതായത് എവരിഡേ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റുകൾ FMCG അതിൻ്റെ ഒരു വോളിയം അല്ലെങ്കിൽ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ FMCG കമ്പനികൾക്ക് തന്നെ ഒരു ഹയർ റവന്യൂ ഗ്രോത്ത് ഇനിയുള്ളൊരു സമയങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറും വേണം ശ്രദ്ധിക്കാവുന്നതാണ്. കാര്യം ഇംപ്രൂവ്ഡ് എക്കണോമിക് കണ്ടീഷൻസ്, ഹയർ കൺസ്യൂമർ സ്പെൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ടെലികോം സേവനങ്ങൾ അറിയില്ല കൂടുതൽ ആക്ടിവിറ്റീസിലോട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ 1 GB ചെയ്യുന്നവരൊക്കെ ഇനി ചിലപ്പോൾ 1.5 GB അല്ലെങ്കിൽ 2 GB എന്നൊക്കെ പറഞ്ഞതിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ടെലികോം ഓപ്പറേറ്റേഴ്സിനും അതിൻ്റെ ഒരു സബ്സ്ക്രൈബർ ഗ്രോത്ത് ഉണ്ടാകും, സെയിൽസ് കൂടാം, സെയിൽസിലെ റവന്യൂ കൂടാം. അപ്പോൾ ഇതൊക്കെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ വരുന്ന ഇമ്പാക്റ്റിൻ്റെ ബെനിഫിഷ്യറീസ് എന്നും പറയുന്നത്. അപ്പോൾ ഇത്തരം ഘടകങ്ങളാണ് പറയാനുള്ളത്. എന്തായാലും റിസർവ് ബാങ്കിൻ്റെ ഇന്നത്തെ ഒരു പ്രഖ്യാപനം മാർക്കറ്റിനെ സംബന്ധിച്ചൊരു സർപ്രൈസിങ് എലമെൻറ്റ് നൽകിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ എക്കണോമിയുടെ എല്ലാ സെക്ടേഴ്സിനെയും ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഖ്യാപനം കാര്യങ്ങളുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെച്ചത്. ഞാനൊരു സെബി രജിസ്ട്രേഷൻ അനലിസ്റ്റ് ഒന്നുമല്ല, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ വീണ്ടും മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.